ഹലോ ഫ്രണ്ട്സ്, ടെക്പീസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് VSSC ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കലിന്റെ സിലബസും ബുക്ക് ലിസ്റ്റുമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോയില ഈ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ്, നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ നമ്മൾ സിലബസും ബുക്ക് ലിസ്റ്റും അതെങ്ങനെ പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ഡിപ്ലോമ ഹോൾഡറിന് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു ഡിപ്ലോമ ഹോൾഡറിന് കിട്ടാവുന്ന ഏറ്റവും മികച്ച കേന്ദ്ര സർക്കാർ ജോലിയാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ്. അപ്പൊ നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു പോസ്റ്റാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ്. സാലറി വൈസ് നോക്കിയാലും ആനുകൂല്യങ്ങൾ നോക്കിയാലും പ്രൊമോഷൻ സാധ്യതകൾ നോക്കിയാലും നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു കരിയർ ഓപ്ഷൻ തന്നെയാണ് ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പോസ്റ്റ് വിളിച്ചിട്ടുള്ളത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ്, VSSCയിലാണ്. അഡ്വർടൈസ്മെന്റ് നമ്പർ VSSC 335 ആണ്. 31/5/2025 വന്നിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മുടെ പോസ്റ്റിന്റെ, അതായത് ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കലിന്റെ പോസ്റ്റ് കോഡ് 1545 ആണ്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പോസ്റ്റ് കോഡ് നോക്കി ചെയ്യണം. 1545. പോസ്റ്റിന്റെ പേര് ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കൽ. 27 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 27 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ പ്രൊഡക്ഷൻ ആണ്. മെക്കാനിക്കലിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലോ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 18 തൊട്ട് 35 വയസ്സ് വരെയാണ്. ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 18/6/2025 ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 18/6/2025 ബേസ് ചെയ്തിട്ടാണ്. 18 തൊട്ട് 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. റിസർവ്ഡ് കാറ്റഗറിക്ക് അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങളുണ്ട്. ദാറ്റ് മീൻസ് OBC ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്, SC/ST ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കിട്ടാൻ പോകുന്ന ഇനിഷ്യൽ സാലറി അപ്രോക്സിമേറ്റ് 78,000 പെർ മന്ത് ആണ്. അതുകൂടാതെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളും എല്ലാം ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 18/6/2025 ആണ്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. ഇനി ഏജ് റിലാക്സേഷനോ അല്ലെങ്കിൽ നമ്മുടെ റിസർവ്ഡ് കാറ്റഗറിക്ക് അവരുടെ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ 18/6/2025 മുമ്പ് തന്നെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം. അതായത് ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റിന് മുമ്പേ റിസർവ്ഡ് കാറ്റഗറികൾ നിങ്ങളുടെ റിസർവേഷന്റെ രേഖകൾ നിങ്ങൾ എടുത്തിരിക്കണം. ഓക്കെ, അതായത് OBC ആണെങ്കിൽ നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ്, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ ജാതി സർട്ടിഫിക്കറ്റ്, ഇത് 18/6/2025 മുൻപ് എടുത്തിരിക്കണം. അതിനുശേഷം എടുക്കുന്ന സർട്ടിഫിക്കറ്റ്സുകൾ അവര് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. അപ്പൊ അപ്ലൈ ചെയ്യുന്നവരെല്ലാം നിങ്ങൾ റിസർവേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ റിസർവേഷന്റെ അതാത് സർട്ടിഫിക്കറ്റ്സുകൾ ഈ പറയുന്ന ഡേറ്റിന് മുമ്പ് എടുത്തിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമുക്കിതിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ആ കാര്യം ഒന്ന് നോക്കാം. അതായത് സിലബസ്. ഇപ്പോ നമ്മൾ തൊട്ട് മുമ്പ് നടന്ന പരീക്ഷകളുടെ ഒക്കെ സിലബസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് പ്രധാനമായിട്ടും ടെക്നിക്കൽ മാത്തമാറ്റിക്സ് ഉണ്ട്. ടെക്നിക്കൽ മാത്തമാറ്റിക്സിനകത്ത് മെട്രിക്സ്, ഡിറ്റർമിനന്റ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, പ്രോപ്പർട്ടീസ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾ, സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾസ്, ഫംഗ്ഷൻസ്, ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ എന്നീ കാര്യങ്ങളാണ് ടെക്നിക്കൽ മാത്തമാറ്റിക്സിനകത്ത് പഠിക്കേണ്ടത്. പിന്നെ അടുത്തത് പഠിക്കാനുള്ളത് അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ്. അതിനകത്ത് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ, ഡൈനാമിക്സ്, സർക്കുലർ മോഷൻ, ഫോഴ്സസ്, റൊട്ടേഷണൽ ഡൈനാമിക്സ്, സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഷിയർ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, thermal stress and strain, friction, properties of sections,
torsion of shaft and springs, theory of simple bending and deflection of beams. ഇത്രയാണ് അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് പഠിക്കേണ്ടത്. അടുത്തത് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. അതിനകത്ത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് അലോയ്സ്, മെറ്റീരിയൽ സയൻസ്, മാനുഫാക്ചറിംഗ് ഓഫ് മെറ്റൽസ് ആൻഡ് അലോയ്സ്, ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്, അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം, പൗഡർ മെറ്റലർജി, പ്രോപ്പർട്ടീസ്, ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസ് എന്നീ കാര്യങ്ങളാണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനകത്ത് പഠിക്കാനുള്ളത്. മാനുഫാക്ചറിംഗ് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ മെഷീനിങ് പ്രോസസ് ആൻഡ് ടൂൾസ്, സ്മിത്തി ആൻഡ് ഫോർജിംഗ്, വെൽഡിംഗ്, സോൾഡറിംഗ് ആൻഡ് ബ്രേസിംഗ്, കാർപ്പൻട്രി, ഫൗണ്ടറി, ബെഞ്ച് വർക്ക്, ഫിറ്റിംഗ്, വെൽഡിംഗ് പ്രോസസ്, മെട്രോളജി എന്നീ കാര്യങ്ങളാണ് മാനുഫാക്ചറിംഗ്. ടെക്നോളജി അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് പ്രോസസ്സിനകത്ത് പഠിക്കാനുള്ളത്. അടുത്തത് തെർമൽ എഞ്ചിനീയറിംഗ്. തെർമൽ എഞ്ചിനീയറിംഗിനകത്ത് ബേസിസ് ഓഫ് തെർമോഡൈനാമിക്സ്, തെർമോഡൈനാമിക് പ്രോസസ് ഓഫ് പെർഫെക്റ്റ് ഗ്യാസസ്, തെർമോഡൈനാമിക് എയർ സൈക്കിൾസ്, സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ, എയർ കംപ്രസേഴ്സ്, ഫ്യൂവൽസ്, കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽസ്, ഐസി എഞ്ചിൻസ്, പെർഫോമൻസ് ഓഫ് ഐസി എഞ്ചിൻസ്, സ്റ്റീം ബോയിലേഴ്സ്, നോസിൽസ് ആൻഡ് ടർബൈൻസ്, ഹീറ്റ് ട്രാൻസ്ഫർ എന്നീ കാര്യങ്ങളാണ് തെർമൽ എഞ്ചിനീയറിംഗിനകത്ത് പഠിക്കാനുള്ളത്. അടുത്ത പഠിക്കാനുള്ളത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. അതിനകത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്സ്, കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, ഫ്ലോ ത്രൂ orifices, notches, pipes and nozzles, fluid power, ഹൈഡ്രോളിക് സിസ്റ്റം, പമ്പ്സ് ആൻഡ് ടർബൈൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീനറീസിനകത്ത് പഠിക്കാനുള്ളത്. അടുത്തത് പഠിക്കാനുള്ളത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അപ്പൊ അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് റെഫ്രിജറേഷൻ, എയർ റെഫ്രിജറേഷൻ സിസ്റ്റംസ്, വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ, റെഫ്രിജറേഷൻ എക്യുപ്മെന്റ്സ്, റെഫ്രിജറന്റ്, ആപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിങ്, ലോ ടെമ്പറേച്ചർ റെഫ്രിജറേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് സൈക്രോമെട്രി. ആ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് റെഫ്രിജറേഷനകത്ത്. അടുത്തത് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്. പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിനകത്ത് സ്റ്റീം ജനറേറ്റേഴ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീം, തെർമോഡൈനാമിക് വേപ്പർ സൈക്കിൾ, സ്റ്റീം എഞ്ചിൻ, സ്റ്റീം ടർബൈൻ, സ്റ്റീം കണ്ടൻസേഴ്സ്, ഗ്യാസ് ടർബൈൻ, ഡീസൽ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ എഞ്ചിനീയറിംഗ്, റിന്യൂവബിൾ സോഴ്സസ് എഞ്ചിനീയറിംഗ്. ഇത്രയും കാര്യങ്ങളാണ് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ളത്. അടുത്തത് സിം ആണ്, കമ്പ്യൂട്ടർ ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ്. അതിനകത്ത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ജോമെട്രിക് മോഡലിംഗ്, കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിംഗ് മെത്തേഡ്സ്, കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിംഗ്, CNC and DNC, basic elements of automation, basics of robotics and flexible manufacturing system. ഇത്രയാണ് കമ്പ്യൂട്ടർ ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് അഥവാ സിമ്മിൽ പഠിക്കാനുള്ളത്. അടുത്തത് അഡ്വാൻസ്ഡ് പ്രൊഡക്ഷൻ പ്രോസസ്. അതിനകത്ത് പഠിക്കാനുള്ളത് ബേസിക് കൺസെപ്റ്റ് ഓഫ് NC ആൻഡ് CNC. അടുത്തത് പ്രോഗ്രാമിംഗ് CNC മെഷീൻസ്, മെഷീനിങ് സെന്റേഴ്സ്, ടേണിംഗ് സെന്റേഴ്സ്, ബ്രോച്ചിങ് മെഷീൻ, ഗിയർ മാനുഫാക്ചർ, press tool, processing of plastics, jigs and fixtures, jig boring, grinding, surface finishing methods, non-conventional machining, powder metallurgy, additive manufacturing. ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻസ്ഡ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പഠിക്കാനുള്ളത്. അടുത്ത് പഠിക്കാനുള്ളത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ആണ്. അതിനകത്ത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, കൺട്രോൾ ചാർട്ട്, എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്, വാല്യൂ എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് പ്ലാൻ മെയിന്റനൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിനകത്ത് പഠിക്കാനുള്ളത്. അടുത്തത് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ്. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ബേസിക് റിക്വയർമെന്റ് ഇൻ ഡിസൈൻ ഓഫ് ബോൾസ്, നട്ട്, സ്ക്രൂസ്, ഷാഫ്റ്റ്, കീസ്, കപ്ലിംഗ്സ്, ബെൽറ്റ്സ്, ചെയിൻസ് ആൻഡ് ഗിയേഴ്സ്, ഫ്ലൈവീൽ ആൻഡ് ഗവർണേഴ്സ്, ക്യാംസ്, റിവറ്റഡ് ജോയിന്റ്സ്, വെൽഡഡ് ജോയിന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് പഠിക്കാനുള്ളത്. അടുത്തത് പഠിക്കാനുള്ളത് മെഷീൻ ഡ്രോയിങ്സ് ആണ്. മെഷീൻ ഡ്രോയിങ്ങിനകത്ത് ഫണ്ടമെന്റൽസ് ഓഫ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഡയമെൻഷനിങ്, ടോളറൻസസ്, സ്റ്റാൻഡേർഡ് സിംബൽസ് യൂസ്ഡ് ഇൻ ഡ്രോയിങ്, ഫിറ്റ്, പ്രോസസ് ഷീറ്റ് എക്സെട്ര. ഇത്രയും കാര്യങ്ങളാണ് മെഷീൻ ഡ്രോയിങ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത് സിലബസ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ് ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് ഈ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. ഫ്രഷ് ബിടെക്കുകാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉള്ള കുട്ടികൾക്കാണ് അയക്കാൻ പറ്റുന്നത്.
അതായത് നിങ്ങൾ ഡിപ്ലോമ പഠിച്ചിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ ഫ്രഷ് ആയിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ച മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കണം, അത് മസ്റ്റ് ആണ്. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, അതായത് ഫ്രഷ് ആയിട്ട് ബിടെക് ഉള്ള ആൾക്കാർക്ക് അയക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ പഠിക്കുമ്പം നമ്മൾ ഡിപ്ലോമ ബേസ് ചെയ്തിട്ടുള്ള ബുക്സുകളാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാലും ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാം ഒരു ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ്. കോമ്പറ്റീഷൻ, നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അതേപോലെ തന്നെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാൻഡേർഡ് നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മള് ഡിപ്ലോമ പഠിച്ച ഉദ്യോഗാർത്ഥികളാണ് എങ്കിലും നമുക്ക് ഡിപ്ലോമയുടെ ബുക്സുകളെക്കാൾ ഉപരി ഒരു പടിക്ക് മുകളിൽ ഉള്ള ബുക്സുകൾ നമ്മൾ പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ച ബുക്സുകളെക്കാൾ ഒരു പടി മുകളിലുള്ള കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്സുകൾ പഠിക്കുന്നതാണ് നല്ലത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ബുക്ക് ലിസ്റ്റ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ടെക്നിക്കൽ മാത്തമാറ്റിക്സ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതിന് നിങ്ങൾ ഡിപ്ലോമയ്ക്ക് പഠിച്ച നിങ്ങൾ ഫസ്റ്റ് ഇയർ ഡിപ്ലോമയ്ക്ക് പഠിച്ച ഏതെങ്കിലും ബുക്ക് മതി. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ച പ്രൊഫസർ ഗീത വേണുഗോപാലിന്റെ മാത്സിന്റെ ബുക്കാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഏത് ബുക്സ് വേണമെങ്കിലും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, പ്ലസ് 1 പ്ലസ് 2ന്റെ മാത്സിന്റെ ബുക്ക് ആയാലും നോക്കിയാൽ മതി. എന്നാലും ഇതാകുമ്പോൾ ഇത് വളരെ ചെറിയൊരു ക്യാപ്സൂൾ ബുക്കാണ്, അത് നോക്കിയാൽ മതിയാകും. അടുത്തത് അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. അപ്പൊ അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് 2 ബുക്കായിട്ടാണ് വരുന്നത്. SS ബവിഗാട്ടിയുടെ ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് ജയൻ ബ്രദേഴ്സ് ആണ്. പിന്നെ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് പഠിക്കാനായിട്ട് വർക്ക്ഷോപ്പ് ടെക്നോളജി പാർട്ട് 1 ഹജ്ര ചൗധരിയുടെ ബുക്ക് റെഫർ ചെയ്യാം. തെർമൽ എഞ്ചിനീയറിംഗ് RK രജിബുത്തിന്റെ ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീനറീസ് RK ബെൻസാൽ യൂസ് ചെയ്യാം. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് RK രജിബുത്ത് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട ആ ബുക്കിലെ മൊത്തം കാര്യങ്ങൾ പഠിക്കണമെന്നുള്ളതല്ല, നിങ്ങളുടെ സിലബസ് പ്രകാരമുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ക്യാപ്സൂൾ നോട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി വെക്കണം. അടുത്തത് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്. പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് ഒരുപാട് ഡെപ്തി നിങ്ങൾക്ക് ആവശ്യമില്ല. അത് RK ജയന്റെ ഡിപ്ലോമ കരിക്കുലത്തിന് വേണ്ടിയിട്ടുള്ള പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിന്റെ ബുക്സ് ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് MB ഗ്രൂവറിന്റെ ബുക്കാണ് ബെസ്റ്റ്. അഡ്വാൻസ്ഡ് പ്രൊഡക്ഷൻ പ്രോസസ് ആണെങ്കിൽ അതും ഡിപ്ലോമ ലെവലിൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി. അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് ഫോർ ഡിപ്ലോമ കോഴ്സ് ബൈ പ്രശാന്ത് K അംബേദ്കറിന്റെ ബുക്കുണ്ട്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിലെ OP കണ്ണയോ അല്ലെങ്കിൽ മഹാജനോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് VB ഭണ്ഡാരി ആണ് ബെസ്റ്റ്, നമുക്ക് റെഫർ ചെയ്യാം. ഇനി മെഷീൻ ഡ്രോയിങ് നിങ്ങൾ ഡിപ്ലോമയ്ക്ക് പഠിച്ച PI വർഗീസോ അല്ലെങ്കിൽ ND ഭട്ടിന്റെ ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും ബുക്കിലെ കാര്യങ്ങൾ നിങ്ങൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് പോകാതെ, അതായത് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡിപ്ലോമ ലെവലിലുള്ള ബുക്സുകളാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അതിന് പുറത്തൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബിടെക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള ബുക്സുകൾ നിങ്ങൾ ഈ പറയുന്ന ബുക്സുകൾ ഒന്ന് റെഫർ ചെയ്യുക. അതിനകത്തുള്ള മേജർ പോയിന്റ്സുകൾ നിങ്ങൾ എടുക്കുക. അതിനകത്തുള്ള മേജർ പോയിന്റ്സുകൾ നോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ആ ബുക്സുകൾ വെച്ചിട്ട് ഈ പറയുന്ന സിലബസ് നോക്കിയിട്ട് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇനി നമുക്കറിയാം പരീക്ഷ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പൊ പരീക്ഷ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് തിയറി മാത്രം കവർ ചെയ്താൽ പോരാ, തിയറിയും വേണം, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കണം, അല്ലെ? അപ്പൊ നമുക്ക് അവിടെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഏതൊക്കെ ബുക്സുകൾ റെഫർ ചെയ്യണമെന്ന് നോക്കണം. അതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ISRO PSSC ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കണം. RRB JE മെക്കാനിക്കലിന്റെ ടെക്നിക്കൽ പോർഷൻസ് നോക്കണം. SSC JE മെക്കാനിക്കലിന്റെ ടെക്നിക്കൽ പോർഷൻസ് നോക്കണം. AE മെക്കാനിക്കൽ കേരള PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, ഡിപ്ലോമ ലെവലിലും ബിടെക് ലെവലിലും വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കിയിട്ട് അതിനകത്ത് നമ്മുടെ സിലബസിൽ ആവശ്യമുള്ള എന്തെല്ലാം കാര്യങ്ങളാണോ അതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് നമ്മുടെ റാങ്കിനെ ബൂസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിന് ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കലിന് നിങ്ങൾക്ക് ആദ്യ റാങ്ക് ഉറപ്പിക്കാനായിട്ട് ഏറ്റവും മികച്ച കോഴ്സുകൾ തന്നെയാണ് ടെക് പി എസ് സി തരുന്നത്. നമുക്കറിയാം മെക്കാനിക്കലിൽ ഏതൊരു പരീക്ഷ എടുത്താലും ഏറ്റവും മികച്ച റാങ്കുകൾ ടെക് പി എസ് സി തന്നെയാണ്. 1ാം റാങ്ക് ഉൾപ്പെടെ ഏറ്റവും മികച്ച റാങ്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഏത് പരീക്ഷ എടുത്താലും ആദ്യ റാങ്കുകൾ ടെക് പി എസ് സിക്കാണ്. അപ്പൊ നമ്മൾ തരുന്ന കോഴ്സുകളിനകത്ത് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ കോഴ്സിനകത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ കിട്ടാത്ത രീതിയിലുള്ള ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും മെക്കാനിക്കൽ കോഴ്സുകളെ നയിക്കുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. പരീക്ഷാ തീയതി വരെ ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുള്ള അവസരമുണ്ട്. നമ്മൾ 3000-ഓളം ടോപ്പിക് വൈസ് പരീക്ഷകളുണ്ട്. 3000-ഓളം ടോപ്പിക് വൈസ് MCQ ഉള്ള പരീക്ഷകളുണ്ട്. അതേപോലെ തന്നെ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള 20 മോഡൽ എക്സാംസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കോഴ്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിജയം ഉറപ്പിക്കുക. കോഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ. താങ്ക് യു.